നിങ്ങളറിയോ, മനസ്സറിഞ്ഞ് ഈ സൂറത്ത് ഒരു തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി, സൂറത്തുൽ ഖദ്ർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അഅ്താ മിനൽ അജ്രി, ഉഅ്തിയ മിനൽ അജ്രി കമൻ സാമ റമളാൻ. മനസ്സറിഞ്ഞ് ഇതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടെ ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ റമളാനിൽ മൊത്തം നോമ്പ് നോറ്റ കൂലി അല്ലാഹു അതിനെ അയാൾക്ക് കൊടുക്കും. പിന്നെയോ ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്റിനെ ഹയാത്താക്കിയവരിൽ അവൻ ഉൾപ്പെടുമല്ലോ. അല്ലാഹുക്ക് 99 ഇസ്മുകളുണ്ട്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ, ജല്ല ജലാലായ റബ്ബിന് 99 നാമങ്ങളുണ്ട്. അതിൽ ഒരു പേരുണ്ട്, ആ പേരിന് ഇസ്മുല്ലാഹിൽ അഅ്ലം എന്നാണ് പറയാ. ആ പേരിന്റെ പ്രത്യേകത എന്താ? ആര് ആ പേര് വിളിച്ച് ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നുവോ ഒരാശങ്കയും വേണ്ട, ആ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പക്ഷെ ഏതാണ് ആ പേര്? മനുഷ്യന്മാരെ, നിങ്ങൾ ഉറങ്ങിയോ? നിങ്ങൾ ഉറങ്ങിയോ? ഏതാണ് ആ രാവ്? അല്ല, ഏതാണ് ആ പേര്? ഇസ്മുല്ലാഹിൽ അഅ്ലം ഏതാണെന്നറിയോ? ഇല്ല, അല്ലാഹു അത് മറച്ചു വെച്ചിരിക്കുകയാണ്. അതെന്തിനാ? ഇസ്മുല്ലാഹിൽ അഅ്ലമിന് മാത്രമൊന്നുമല്ല പ്രത്യേകത, അല്ലാഹുവിന്റെ ഓരോ പേരുകൾക്കും പ്രത്യേകതയുണ്ട്. അല്ലാഹുവിന്റെ ഓരോ പേരുകൾക്കും പ്രത്യേകതയുണ്ട്. ആ പേര് ഓരോന്നും വിളിക്കുമ്പോൾ അബ്ദിന് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാനുണ്ട്. എന്നാൽ ഇസ്മുല്ലാഹിൽ അഅ്ലം മാത്രം അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് മാത്രമേ വിളിക്കുള്ളൂ. അപ്പൊ മറ്റുള്ള പേരുകളൊന്നും വിളിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് ഖൈറുകൾ അതുകൊണ്ട് തടയപ്പെടും. പടച്ചോനെ, അതുകൊണ്ടാണ് ആ പേര് അവ്യക്തമാക്കി വെച്ചതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് നിങ്ങൾക്ക് അറിയിച്ചു തരാത്തത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പേരുകൾ വിളിച്ചിട്ട് ദുആ ചെയ്താൽ ഇജാബത്ത് ഉറപ്പാണ്. ഖുർആനിൽ 4 സ്ഥലങ്ങളിലാണ് വലില്ലാഹി അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ, ഇലാഹായ റബ്ബിന് ഒരുപാട് സുന്ദര നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ വിളിച്ച് നിങ്ങൾ ദുആ ചെയ്യണേ എന്ന് 4 സ്ഥലങ്ങളിലാ ജല്ല ജലാലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ ഇറക്കിയ ഈ മാസത്തിൽ, ഖുർആൻ ഇറങ്ങിയ ഈ മാസത്തിൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ ഇറക്കിയെന്ന് പറഞ്ഞില്ലേ? ആ ലൈലത്തുൽ ഖദ്റിനോടനുബന്ധമായി ആ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ നിങ്ങൾ എന്റെ പേരുകൾ വിളിച്ച് ദുആ ചെയ്തോളൂ, നിങ്ങൾക്ക് ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, അടുത്ത നമ്മുടെ മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും ഒന്ന് നിയ്യത്ത് ചെയ്തോളൂ, ഒരു 3 തവണയെങ്കിലും ആ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയിരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ഇൻഷാ അല്ലാഹ് പറയ്. ഏറ്റെടുത്തില്ലേ? ഏറ്റെടുത്തില്ലേ? അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നുകൂടെ പറയട്ടെ, ഒരു 66 തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذن റബ്ബിഹിം മിൻ കുല്ലിയം സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഒരു 66 തവണ പടച്ചോനെ ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് എല്ലാ വിജയവും ഞങ്ങൾക്ക് കിട്ടണമെന്ന നിയ്യത്തോടുകൂടെ ഈ സൂറത്തും അടുത്ത മജ്ലിസ് ആകുമ്പോഴത്തേക്ക് ഓതി തീർക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങളറിയോ, മനസ്സറിഞ്ഞ് ഈ സൂറത്ത് ഒരു തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി, സൂറത്തുൽ ഖദ്ർ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ അഅ്താ മിനൽ അജ്രി, ഉഅ്തിയ മിനൽ അജ്രി കമൻ സാമ റമളാൻ.
മനസ്സറിഞ്ഞ് ഇതിന്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് പ്രതിഫലം കിട്ടണമെന്ന നിയ്യത്തോടെ ഒരാൾ ഈ സൂറത്ത് ഓതിയാൽ റമളാനിൽ മൊത്തം നോമ്പ് നോറ്റ കൂലി അല്ലാഹു അതിനെ അയാൾക്ക് കൊടുക്കും. പിന്നെയോ ലൈലത്തുൽ ഖദറിനെ ഹയാത്താക്കിയവരിൽ അവൻ ഉൾപ്പെടുമല്ലോ. അങ്ങനെ ഉൾപ്പെടാൻ എന്റെ സഹോദരാ സഹോദരി ഒന്ന് നിയ്യത്ത് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത മജ്‌ലിസാകുമ്പോഴത്തേക്ക് 66 തവണ നമുക്ക് ഈ സൂറത്ത് ഓതി തീർക്കാം. നിങ്ങളേറ്റോ അല്ലാഹു തൗഫീഖ് തരട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ഒരു പ്രത്യേകത തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ, ആ ദിവസത്തിൽ മലക്കുകളും റൂഹൊക്കെ ഇറങ്ങി വരും എന്നതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ രാത്രിയിൽ മലക്കുകളുടെ ഒരു മുസാഫഹത്ത് കിട്ടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ മലക്കുകൾ ഒന്ന് നമ്മളെ ചേർത്ത് പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവും. മലക്കുകൾ ഇറങ്ങും. എങ്ങനെ ഇറങ്ങുന്നറിയോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇറങ്ങും. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിൽ അവർക്കുണ്ടായ ചില അനുഭവങ്ങളെ കുറിച്ച്. രാത്രിയിൽ നിസ്കരിക്കാൻ നിന്നപ്പോൾ, രാത്രിയിൽ ഖുർആൻ ഓതുമ്പോൾ, രാത്രിയിൽ ദിക്ർ ചൊല്ലുമ്പോൾ, രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ ആകെ രോമക്കണ്ടെടുത്ത് പിടിച്ച് ശരീരത്തിൽ വല്ലാത്തൊരു കുളിർമ അനുഭവപ്പെട്ട് ഹൃദയമൊക്കെ ലോലമായി കണ്ണ് നിറഞ്ഞ അനുഭവം പറഞ്ഞവർ അല്ലാഹുവേ നീ സാക്ഷിയാണല്ലോ മുഅ്മിനീങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. എന്തേ കാര്യം? അതന്നെയാണ് മലക്കുകളുടെ മുസാഫഹത്ത്. അല്ലാഹു അത് അനുഭവിക്കാൻ തൗഫീഖ് തരട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഇദാ കാന ലൈലത്തുൽ ഖദർ സമാഗതമായാൽ നസല ജിബ്രീലു ഫീ കബ്കുബത്തിൻ മിനൽ മലായിക, ഒരു സംഘം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരും. എന്നിട്ടോ യുസല്ലൂന വയുസല്ലിമൂന അലാ കുല്ലി അബ്ദിൻ ഖായിമിൻ ഔ ഖായിദിൻ യദ്കുറുല്ലാഹ തആല, അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് കഴിയുന്ന മുഅ്മിനീങ്ങളോട് സലാം പറയും, അവർക്ക് വേണ്ടി ദുആ ചെയ്യും, അവരെ മുസാഫഹത്ത് ചെയ്യും എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മുസാഫഹത്ത് മലക്കുകൾ ചെയ്യോ? അതിന് വല്ല അടയാളുണ്ടോ? നബിയേ നബിയേ വഹൽ ലിദാലിക മിൻ അലാമതി യാ റസൂലല്ലാഹ്, മലക്ക് വന്ന് മുസാഫഹത്ത് ചെയ്യുകയോ നമ്മളെ ചേർത്ത് പിടിക്കുകയോ, അങ്ങനെ പിടിച്ചാൽ അതെനിക്ക് കിട്ടി എന്നറിയാൻ വല്ല അടയാളവുമുണ്ടോ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അതെ. ലാ യത്റുകു ജിബ്രീലു അഹദം മിനന്നാസ് ഇല്ലാ സാഫഹഹു, അതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ലൈലത്തുൽ ഖദറിനെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നവർക്ക് മുസാഫഹത്ത് നൽകും. വഅലാമത്തു ദാലിക, എന്താണ് അതിന്റെ അടയാളമെന്നല്ലേ? അന്നമൻ യഖ്ശഅറ ജിൽദുഹു വറഖ ഖൽബുഹു വദമഅത ഐനാ വഹുവ മിൻ മുസാഫഹത്തി ജിബ്രീൽ. ഒരാളിങ്ങനെ ദിക്റെല്ലിക്കൊണ്ടിരിക്കുമ്പോ, ദോരുന്നോണ്ടിരിക്കുമ്പോ, തൗബ ചെയ്തുകൊണ്ടിരിക്കുമ്പോ രോമൊക്കെ എടുത്തു പിടിച്ചു. എന്തോ ഒരു കുളിര്. വറഖ ഖൽബുഹു, ഹൃദയമൊക്കെ ഇങ്ങോട്ട് ലോലമായി, ഹൃദയമൊക്കെ ഇങ്ങോട്ട് ലോലമായി. വദമഅത ഐനാ, ഹൃദയം ലോലമായി, അറിയാതെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്തെന്നില്ലാത്ത ഒരു നിർവൃതി, എന്തെന്നില്ലാത്ത ആനന്ദം, എന്തെന്നില്ലാത്ത സന്തോഷം. എന്നാൽ മനസ്സിലാക്കുക, വഹുവ മിൻ മുസാഫഹത്തി ജിബ്രീൽ, അത് മഹാനായ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുസാഫഹത്താണ്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവും, മനസ്സിന് സന്തോഷം ഉണ്ടാവും, ഹൃദയത്തിന് എപ്പോഴും റാഹത്ത് ഉണ്ടാവും, തടിക്ക് ആഫിയത്ത് ഉണ്ടാവും. തടിയുടെ രോഗങ്ങൾക്കും മനസ്സിന്റെ രോഗങ്ങൾക്കും അത് ശിഫയാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് ഒറ്റപ്പെട്ട രാവുകളൊക്കെ, ഒറ്റയായ രാവുകളൊക്കെ ആ നിലക്കൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.